നിന്നെ വിളിച്ചോണ്ട് വന്നത് പുള്ളിക്കാരന് വലിയ സന്തോഷമായി. മമ്മ സംസാരിച്ചോ? കുറച്ചു നേരം. ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞാ നിനക്കിപ്പോ ദേഷ്യം കേറും. എന്താ? പറഞ്ഞാ നീ അതുപോലെ അനുസരിച്ചില്ലേ നിന്റെ പാപ്പായ്ക്ക് അത് വിഷമമാവും. എന്താ? അനുസരിക്കാവോ? എന്താന്ന് കേക്കട്ടെ. നീ നിന്റെ പപ്പായ്ക്ക് ഇന്ന് ഇവിടെ വെച്ചൊരു വാക്ക് കൊടുക്കണം. അടുത്ത ഓർമ്മനാളിന് വരുമ്പോ നിന്റെ കൂടെ നിന്റെ കെട്ടിയോളും ഉണ്ടായിരിക്കുമെന്ന്. പുള്ളി ഇന്നിപ്പോ എന്നോട് പറഞ്ഞു നിന്നോട് അങ്ങനെ സത്യം ചെയ്യാൻ ഒക്കുവോന്നൊന്ന് ചോദിച്ചു നോക്കാൻ. ഇത് ആളെ ചുറ്റിക്കുന്ന കളിയാണല്ലോ. അല്ലടാ, നേരായിട്ടും പുള്ളി എന്നോട് ഇത് പറഞ്ഞു. പുള്ളിയോട് സത്യം ചെയ്യേ. സത്യം ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് അതുപോലെ നടക്കണ്ടേ? ഒരു കൊല്ലത്തിനുള്ളില് ഏതെങ്കിലും കൊരങ്ങച്ചി ഞാൻ കിട്ടിയല്ലേ പറ്റുള്ളൂ. അത് നടക്കില്ല. കൊരങ്ങച്ചി ഒന്നും അല്ല, നല്ല ഒന്നാന്തരം പെണ്ണിനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കോ. അതിനെപ്പറ്റി ഒന്നും നീ പറയേണ്ട. സത്യം ചെയ്യുമോനെ. പറഞ്ഞാൽ അതങ്ങ് നടക്കും. എന്റെയും കൂടെ ഒരു സമാധാനത്തിനാ. അത് ഞാൻ മമ്മയോട് സത്യം ചെയ്താ പോരായോ? എന്നോട് സത്യം ചെയ്താ നീ അത് തെറ്റിക്കും. ഇതങ്ങനല്ല. പറ മോനെ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഓക്കെ. പറഞ്ഞു. പുള്ളി എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞു? അതൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം അതുപോലെ ചെയ്താൽ മതി എന്നോട് പറയുകയും ചെയ്തു. ബാ 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 പോവാം പോവാം. ഇവള് നല്ല മിടുക്കി കൊച്ചാ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ തവണ പായപ്പാട്ട് പോയപ്പോ കണ്ടതാ ഇവള്. വലിയ കുടുംബക്കാരാ, നമുക്കറിയുന്നവരുവാ. നല്ല സുന്ദരി കുട്ടി അല്ലയോ? ചോദിക്കാനുണ്ടോ? ഇവളല്ലേ ഹോം സയൻസ് ആരി? അത് തന്നെ. അസല് കുക്കിങ് നല്ല പെരുമാറ്റമാണെന്നാ സിസിലിയുടെ അപ്പാപ്പൻ എഴുതിയേക്കുന്നേ. ഓ, ഇത് അങ്ങേര് വഴിക്കുള്ള ആലോചനയാണോ? ആ, പുള്ളിയാ ഫോട്ടോ അയച്ചു തന്നെ. ഈ ഹോം സയൻസ് കാര്യങ്ങളും പബ്ലിക് സ്കൂൾ പ്രോഡക്ട്സും ഒക്കെ എന്റെ കൂടെ എങ്ങനെ പൊരുത്തപ്പെടാനാ മമ്മ? എന്താ പൊരുത്തപ്പെട്ട? നിനക്കെന്താ? നിനക്കില്ലേ ഒരു ഡിഗ്രി? എന്നാലും ഇപ്പൊ അവരോന്ന് നോക്കുമ്പോ തൊഴിൽ കൃഷിയല്ലേ, കിസാൻ. ഈ പിള്ളേർക്കൊന്നും അവിടെ ഒന്നും വന്ന് കിടക്കാനൊന്നും പറ്റിയല്ലോ അമ്മ. 4 ദിവസം കഴിയുമ്പോഴേക്ക് അവിടെ കാണുന്നൊന്നും പിടിക്കാതാവും. പിന്നെ തൊടുന്നെല്ലാം കുറ്റാവും. എനിക്ക് ദേഷ്യം വരും. ഞാൻ എടുത്തിട്ട് തൊഴിക്കും. അവളവളുടെ വീട്ടിലേക്ക് പോവും. എന്തിനാ മമ്മ അതിനൊക്കെ പോകുന്നത്? അതല്ല, അവിടെ കിടന്നോളും. നീ പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിക്കണം. അവിടെ ബാക്കി വല്ലതും കാണുകയും ചെയ്യും. അല്ലേൽ അതെല്ലാം കൂടെ വിറ്റ് ആ കാശ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ബാങ്കിൽ ഇടുകയോ ചെയ്യണം. എന്താ കഴിയാൻ പാട്? അയ്യോ മമ്മ, അങ്ങനെയൊക്കെ ഒരു ലൈനിനെ പറ്റി ഒരു 4 നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം. ഇപ്പോഴേ ആ പരിപാടി തുടങ്ങിയ ഞാൻ ഇവിടെ വന്ന് വെറുതെ കിടന്ന് തിന്ന് തടിയും വെച്ച് വെള്ളവും അടിച്ച് ഒടുവിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെള്ളമടി മാത്രമായിട്ട് കലാശിക്കും. ആ, ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാമെന്ന്. ഇത്തവണ അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാം. ഒപ്പിക്കുന്നു. എന്നെ വെറുതെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ മണ്ടിയാക്കാൻ വേണ്ടിട്ട് ഇനി മേല നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ചേച്ചിയില്ലേ? ആര്? മേരിയോ? അകത്ത് കാണുമല്ലോ. എന്താ? എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ, സോഫിയ. കാലത്തെ കണ്ടു ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ച ഏതാണ്ട് ഡ്രെയിനേന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയും അമ്മ വെട്ടുന്നത്. ഓടാ, ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ. നല്ല അസല് ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനെ സ്മാർട്ടാ. അടങ്ങിയിരിക്കേ ഇല്ല. എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇളയോള് മടിച്ചയാ. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്. അവര് മണിമലക്കാരിയാ. അങ്ങേര് പുളിങ്കുന്നത്തുകാരനും. മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായിട്ട് വരുമായിരുന്നു. എങ്ങനുണ്ട് പുതിയ അയൽവക്കം? കുഴപ്പമില്ല. മുമ്പ് താമസിച്ചിരുന്ന ഫാമിലിയേക്കാൾ ഭേദമാ. പിന്നെ ചില ദിവസം അങ്ങേര് കൂടുതൽ കുടിച്ചാ ചെവിതല കേക്കണ്ട. ആ ഒരു തകരാറേ ഉള്ളൂ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഓളമൊക്കെ വേണ്ടേ? അല്ലേ പിന്നെ അങ്ങേര് എന്തോന്ന് പുളിങ്കുന്നത്തുകാരൻ. ചേച്ചിയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. രഹസ്യമായിരിക്കും. അല്ല, വരട്ടെ. എന്തായിരുന്നു രഹസ്യം? ഓ, രഹസ്യം. ഒരു ലക്ഷം വാഷിംഗ് സോപ്പ് വാങ്ങിക്കാൻ. ആഹാ, അതായിരുന്നു. ആ, സോളമൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും പറയാൻ മടിച്ചത്. സോളമൻ ചാൻ പോയില്ലേ? ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് എവിടെ കക്ഷി? ഉറക്കവാ, ഊണും കഴിഞ്ഞ് കിടന്നതാ.
ഇതാ ഉറക്കമാന്ന് പറഞ്ഞിട്ട് അല്ലേ? നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടാൻ തുടങ്ങിയത്. ഈ പെണ്ണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു... ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ആ, അതാ പോവാഞ്ഞത്. പോടാ. ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടിങ്ങ് വരാം. ആ. സോഫിയ കയറോ. പോൾ പൈലോക്കാരൻ. യെസ്. എന്താ ഇത്? അവർ ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? ആ. പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയേക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27. ഇന്റർവ്യൂ 14-നായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ അത് വാങ്ങിക്കുക? ഡാഡി അല്ലതാരാ? ഞാൻ ചോദിക്കാം. ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ. അതന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട്. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ എന്നും ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണം. അത്രേ ഉള്ളൂ. ആഹാ, മതിയാക്കിയില്ലേ? പോയോ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്, അതിങ്ങോട്ടും ഉണ്ടോ? ഏറും തൊഴിയൊന്നും ഇല്ല. അവള് സ്മൂത്ത് ആയിട്ടും കയറിപ്പോയി. ഇത് അങ്ങനത്തെ ഇനമാ. ഇളയതിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്. ഇന്ന് പോണില്ലല്ലോ? ഇല്ല, നാളെ ഉള്ളൂ. വാ ചേച്ചി, പ്ലീസ്. എലിസബത്ത് എന്നല്ലേ പേര്? ഐ എം സോളമൻ മത്തായി. ഹലോ. സോഫിയ, കരുതി നിന്നോണം. സകല പോളുണ്ട് ഈ സോളമിച്ചാന്റെ കയ്യില്. പോടാ. സോഫിയ, അവിടെ വെച്ചേരെ. എന്നാ ഇത് സോഫിയ കൊള്ളല്ലേ? അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു. ഏത് കാർഡ്? അവര് സോഫിയ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ട് അയച്ച കാർഡ്. ആ, ഏതാണ്ടെന്ന് കണ്ട്. എന്നിട്ടുണ്ട് അവളെ അത് കാണിക്കാഞ്ഞത്. കാണിച്ചാ ഉടനെ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു തുടങ്ങും. കൊണ്ടുപോകണം. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും. അത് പോയാലല്ലേ അറിയാൻ പറ്റൂ. കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ. ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും അങ്ങ് സെലക്ട് ചെയ്യാ. അങ്ങനെയാണോ പതിവ്? ആ കളാ, ഏതാണ്ട് ഡേറ്റ് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. അവളൊന്ന് ഒരുപാട് കരഞ്ഞു. എന്തിനാ? ഇതെന്നെ കളക്ടർ ഉദ്യോഗം പറ്റുവാണോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ? അറ്റൻഡറുടെ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിനക്കറിയോ? എന്ത് ജോലിയോ ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ. എല്ലാ ജോലിയും ഒരുപോലെ അല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ഓഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്. 10ാം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാരി അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ഉള്ളപ്പോ നടക്കില്ല. വേണ്ട, എന്നും ഞാനിവിടെ ഇങ്ങനെ. പോട്ടെ മോനെ, ഇനി അവസരം വരുമല്ലോ. അവസരം
എന്താണ് ഈ നോക്കുന്നേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത മട്ടിലാക്കി എടുക്കണോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്. പെണ്ണിനെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിട്ടാ മതി. പല തൂപ്പുകാരിയായിട്ടോ അറ്റൻഡർ ആയിട്ടോ ആയയായിട്ടോ വല്ലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ലെഡി